പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുഹൃദയ വണക്കം 29-ാം ദിവസം. യേശുവിൻ്റെ ദിവ്യഹൃദയവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും. ദൈവപുത്രനായ യേശു പൗരോഹിത്യമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച ദിവസം സ്നേഹത്തിൻ്റെ ദിനം എന്ന് ത്രേസ്യ പുണ്യവതി പറഞ്ഞു വന്നിരുന്നു. ഈ ദിവ്യ കൂദാശ സ്ഥാപിച്ച വിധം തന്നെ എപ്രകാരമെന്ന് നോക്കുക. മാധുര്യം നിറഞ്ഞ യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേ ദിവസം ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി അവരോടുകൂടെ മേശയ്ക്കിരിക്കുന്നു. അപ്പോൾ തൻ്റെ ദിവ്യഹൃദയവും മുഖവും സ്നേഹത്താൽ ജ്വലിച്ച് തൻ്റെ തൃക്കണ്ണുകളെ ആകാശത്തിലേക്ക് ഉയർത്തി അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തുകൊണ്ട് അരുളി ചെയ്യുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ, എന്തുകൊണ്ടെന്നാൽ ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ കാസയെടുത്ത് ഉപകാരസ്മരണ ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നത്, ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും കുടിപ്പിൻ, എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം ഇതാകുന്നു. ദിവ്യഹൃദയ ഭക്തരായ ആത്മാക്കളെ, മാധുര്യം നിറഞ്ഞ യേശുവിൻ്റെ വചനങ്ങളെ കേൾക്കുന്നില്ലയോ? ഈ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ഇളക്കങ്ങളെയും നിങ്ങൾ ഈ ദിവ്യവചനത്തിൽ നിന്നും അറിയുന്നില്ലെന്നോ? നാം യേശുവിൻ്റെ പക്കൽ ഇടവിടാതെ ചെല്ലുന്നതിനും തൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിനുമത്രേ ഈ ദിവ്യ കൂദാശയിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നത്. മാത്രമല്ല, തൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യായുസ് വാഗ്ദാനം ചെയ്യുകയും അപ്രകാരം ചെയ്യാത്തവരെ നിത്യഭാഗ്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആയുസ് ഉണ്ടാവുകയില്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടാകും എന്ന് ദിവ്യരക്ഷകൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. മിശിഹായുടെ അനന്തമായ ആഗ്രഹത്തെ തെന്ത്രോസുനഹദോസിൽ കൂടിയിരുന്ന പിതാക്കന്മാർ ഗ്രഹിച്ച് വിശ്വാസികൾ ദിനം പ്രതി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണമെന്ന് ഉപദേശിക്കുന്നു. വിശുദ്ധ മറിയം മർഗരീത്ത പറയുന്നത്, വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നു. മിശിഹായുടെ തിരുശരീരത്തെ കൈക്കൊള്ളുവാൻ തീയിൽ കൂടെ കടക്കണമെന്നായിരുന്നാലും നല്ല മനസ്സോടെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ അനന്തമായ നന്മ എനിക്ക് പോയി പോകുന്നതിനേക്കാൾ സകല സങ്കടങ്ങളും അനുഭവിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു. മഹാത്മാവായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തത്സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്, നല്ലവർ നശിച്ചു പോകാതിരിക്കുന്നതിനും പാപികൾ മനസ്സു തിരിയുന്നതിനും ദൈവിക വൃത്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ അതിൽ ഉത്സാഹമുള്ളവരായി തീരുന്നതിനും സന്യാസികൾ അവരുടെ അന്തസ്സിൽ നിലനിൽക്കുന്നതിനും രോഗികൾ ആരോഗ്യം പ്രാപിക്കുന്നതിനും വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് അവരുടെ കടമകളെ ശരിയായി നിറവേറ്റുന്നതിനും വിശുദ്ധ കുർബാന സ്വീകരണം ഉത്തമമായ പോംവഴിയാകുന്നു. മിശിഹ 7 കൂദാശകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6 കൂദാശകളിലും തൻ്റെ അനുഗ്രഹങ്ങൾ ഭാഗികമായിട്ടേ കൊടുക്കുന്നുള്ളൂ. വിശുദ്ധ കുർബാനയിലാകട്ടെ തന്നെ മുഴുവനായി കൊടുക്കുന്നു. ഇവയിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മുടെ നേരെയുള്ള അനന്തമായ സ്നേഹത്തെ കാണിക്കുവാനാണ് മിശിഹ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്നും ഈ ദിവ്യ കൂദാശ വഴിയായി തന്നെ മുഴുവനും നമുക്ക് തന്ന് നമ്മിൽ ഇടവിടാതെ വസിച്ച് അവസാന നിത്യഭാഗ്യത്തിൽ നമ്മെ ചേർക്കണമെന്നതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്നുമാകുന്നു. അതിനാൽ ഭക്തിയുള്ള ആത്മാക്കളെ, ദിവ്യരക്ഷിതാവായ യേശുമിശിഹായുടെ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങളിൽ പൂർത്തിയാക്കുവാൻ കഴിവുപോലെ അവിടുന്ന് അടുത്തടുത്ത് നിത്യായുസിൻ്റെ അപ്പമായിരിക്കുന്ന യേശുവിൻ്റെ തിരുശരീരത്തെ ഭക്തിയോടും വിശ്വാസത്തോടും എളിമയോടും കൂടെ ഉൾക്കൊള്ളുന്നതിന് താൽപ്പര്യപ്പെട്ടുകൊള്ളുവിൻ. വ്യാകുലതകളാലും വ്യാധി മുതലായവകളാലും നിങ്ങൾ വലയുമ്പോൾ സമാധാനവും ആശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ ഇടവിടാതെ മുട്ടിക്കൊണ്ടിരിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ എൻ്റെ സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ യേശുവിൻ്റെ ദിവ്യഹൃദയമേ, സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ, മാലാഖമാരുടെ ദിവ്യ ഭോജനമേ, മോക്ഷവാസികളുടെ സന്തോഷമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിപ്പാൻ സാധിക്കും? ഈ ദിവ്യ കൂദാശയിൽ അങ്ങയെ മഹിമയ്ക്കു തക്ക യോഗ്യതയോടുകൂടെ അങ്ങയെ ഉൾക്കൊള്ളുന്നതിനെ ആർക്കു കഴിയും? പരമപിതാവായ യേശുവേ,
അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ. എപ്പോഴും അങ്ങേ തിരുശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങു തന്നെ എനിക്ക് ഇടവരുത്തിയേറണമേ. മാധുര്യം നിറഞ്ഞ യേശുവെ, എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ. എൻ്റെ അന്ത്യഭോജനം ആയുസ്സിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു. കർത്താവെ, അങ്ങു തന്നെ എനിക്ക് അതിനെ ഇടവരുത്തിയരുളണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ.